കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ 59ാമത് സംസ്ഥാന സമ്മേളനത്തിന് അനന്തപുരിയിൽ സമാപനം. ജൂനാഖാഡ മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി സ്വാമികൾ ഉദ്ഘാടനം ചെയ്ത സമ്മേളനത്തിൽ പ്രജ്ഞാപ്രവാഹ ദേശീയ സംയോജകൻ ജെ നന്ദകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ പ്രമുഖ വ്യവസായിയും ജനം TV MD-യുമായ ചെങ്കൽ എസ് രാജശേഖരൻ നായർക്ക് പി മാധവ്ജി സ്മാരക പുരസ്കാരം സമ്മാനിച്ചു. സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റായി മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരിയെയും ജനറൽ സെക്രട്ടറിയായി KS നാരായണനെയും വീണ്ടും തെരഞ്ഞെടുത്തു. വിവിധ വിഷയങ്ങളിൽ പ്രഭാഷണവും സെമിനാറും ചർച്ചകളുമായി നവോന്മേഷം നൽകിക്കൊണ്ടാണ് കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ 59ാമത് സമ്മേളനത്തിന് അനന്തപുരിയിൽ പരിസമാപ്തി കുറിക്കുന്നത്. സമ്മേളനത്തിന്റെ സമാപന സഭയുടെ ഉദ്ഘാടനം ജൂനാഖാഡ മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി സ്വാമികൾ നിർവഹിച്ചു. ക്ഷേത്ര സംസ്കാരങ്ങൾ വെല്ലുവിളി നേരിടുന്ന കാലത്ത് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പ്രവർത്തനം ശ്ലാഘനീയമെന്ന് സ്വാമി പറഞ്ഞു. പൂജാവസ്തുക്കളിൽ പോലും വ്യാപകമായി മായം കലർത്തി വിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത് ക്ഷേത്ര ചൈതന്യത്തെ ഇല്ലാതാക്കും. ഗുണമേന്മയുള്ള പൂജാവസ്തുക്കൾ ക്ഷേത്രാവശ്യങ്ങൾക്കായി എത്തിക്കുന്നതിനുള്ള ദൗത്യം കൂടി ക്ഷേത്ര സംരക്ഷണ സമിതി ഏറ്റെടുക്കണമെന്ന് സ്വാമി പറഞ്ഞു. വളരെ ബോധപൂർവം ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങൾ, നെയ്യ്, എണ്ണ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റവും ഗുണനിലവാരം കുറഞ്ഞത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, അത് വിപണിയുടെ താല്പര്യങ്ങൾ കൊണ്ട് മാത്രമല്ല മറ്റുള്ള താല്പര്യങ്ങൾ കൊണ്ടുകൂടി നടക്കുന്നുണ്ട് എന്നുള്ള സൂചനകളുണ്ട്. ഓരോ ക്ഷേത്ര സങ്കേതങ്ങളിലും ആ ക്ഷേത്ര സങ്കേതങ്ങളുടെ ഇന്ന് കാണുന്ന അതിരുകൾക്ക് പുറത്തും ക്ഷേത്രത്തിൻ്റെ രക്ഷാദേവതകളെ വിന്യസിച്ചിരിക്കുന്ന കേന്ദ്രങ്ങൾ പലപ്പോഴും അത് വൃക്ഷങ്ങൾ, ആൽവൃക്ഷങ്ങളും മറ്റു കാര്യങ്ങളുമാണ്. അവ വ്യാപകമായ രീതിയിൽ നശിപ്പിക്കപ്പെടുന്നുണ്ട്. പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജകൻ ജെ നന്ദകുമാർ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. അവിശ്വാസികളെ ക്ഷേത്രഭരണത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന കാലം വിദൂരമല്ലെന്ന് ജെ നന്ദകുമാർ പറഞ്ഞു. ഒരു കാലഘട്ടത്തിൽ ക്ഷേത്രം തകർക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞവർ ഇന്ന് ക്ഷേത്ര ഭരണത്തിലേക്ക് എത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രഭരണത്തിലേക്ക് എങ്ങനെയാണ് ഈ കൂട്ടർക്ക് ക്ഷേത്രം ഭരിക്കാൻ കഴിയുന്നത് എന്നറിയില്ല. അവരവരുടെ പ്രത്യയശാസ്ത്രത്തിൽ ഉറച്ചു നിൽക്കവേ തന്നെ ക്ഷേത്രഭരണത്തിൽ എങ്ങനെ കടന്നു വരാൻ കഴിയും? ഒന്നുകിൽ അവര് തികഞ്ഞ ഹിപ്പോക്രാറ്റുകൾ, പറഞ്ഞതല്ല ചെയ്യുന്നത്, ചെയ്യുന്നതല്ല ചിന്തിക്കുന്നത് എന്ന മട്ടിലുള്ളവരാ. അതാണവര്. സ്വന്തം പ്രത്യയശാസ്ത്രം ഭൗതികതയിൽ വിശ്വസിക്കുമ്പോൾ എങ്ങനെയാണ് ആധ്യാത്മികതയുടെ കേന്ദ്രമായ ക്ഷേത്രത്തിലേക്ക് വരാൻ കഴിയുക? അപ്പൊ അങ്ങനെ വരുന്നുണ്ട് എങ്കിൽ അതിൻ്റെ പിന്നിൽ കൃത്യമായൊരു കണക്കുകൂട്ടലുണ്ട്. ഇന്നതിൻ്റെ പല ലക്ഷണങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചടങ്ങിൽ ഈ വർഷത്തെ പി മാധവ്ജി സ്മാരക പുരസ്കാരം ഉദയസമുദ്ര ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് ചെയർമാനും ജനം TV MD-യുമായ ചെങ്കൽ എസ് രാജശേഖരൻ നായർക്ക് സമ്മാനിച്ചു. 1 ലക്ഷം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. പുരസ്കാര ലബ്ധിയിൽ സന്തോഷം രേഖപ്പെടുത്തിയ രാജശേഖരൻ നായർ സ്വന്തം വിശ്വാസങ്ങളെ സംരക്ഷിക്കുന്നത് അഭിമാനമായി കരുതുന്നുവെന്നും പറഞ്ഞു. എൻ്റെ കാഴ്ചപ്പാടും എൻ്റെ പ്രവൃത്തിയും നല്ലതിനു വേണ്ടി മാത്രമായതുകൊണ്ട് മുംബൈയിൽ പോലും പല ബിസിനസ് ചെയ്തതിന് ശേഷം എനിക്കൊരു കളങ്കമോ എൻ്റെ പേരിലൊരു പോലീസ് എൻജി പോലും ചെയ്തിട്ടില്ല. പക്ഷേ ഞാനൊരു ആരുടെയും മുന്നിൽ തലകുനിച്ച് നിന്നിട്ടില്ല. കാരണം എൻ്റെ വിശ്വാസം അത്രയ്ക്ക് നല്ലതാണ്. ആ വിശ്വാസത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഇത് സാധിക്കുന്നത്. ഈ വരും തലമുറയെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൂടെ കൊണ്ടുവരണം. ഇങ്ങനെയുള്ള ഫംഗ്ഷനിലൂടെ കൊണ്ടുവന്ന് അവരാണ് ഇനി അവർ നാളത്തെ കേരളം, ഭാരതം ഓൾറെഡി സൃഷ്ടിക്കും, പക്ഷേ കേരളം സൃഷ്ടിക്കേണ്ടത് അവരിലൂടെയാണ്. സമാപന സമ്മേളനത്തിന് മുന്നോടിയായി ശ്രീപത്മനാഭ പ്രദക്ഷിണ മഹാശോഭയാത്രയും നടന്നു. സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റായി മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരിയെയും ജനറൽ സെക്രട്ടറിയായി KS നാരായണനെയും വീണ്ടും തെരഞ്ഞെടുത്തു. VS രാമസ്വാമിയാണ് ട്രഷറർ. GK സുരേഷ് ബാബു, M മോഹനൻ, K നാരായണൻകുട്ടി, പത്മാവതി അമ്മ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും തിരഞ്ഞെടുത്തു. 21-അംഗ നിർവാഹക സമിതിയെയും 101-അംഗ സംസ്ഥാന കൗൺസിലിനെയും സമ്മേളനത്തിൽ തിരഞ്ഞെടുത്തു. ജനം, തിരുവനന്തപുരം.